മണീസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നല്ലൊരു കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ ഇതിൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ശർക്കര പാനിയാക്കിയിട്ട് അത് അരിച്ച് വെച്ചതാണ് കേട്ടോ. അത് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലൊരു കപ്പ് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. തേങ്ങയും ശർക്കരയും നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കപ്പൊടിയാണ് കേട്ടോ. ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഏലക്കപ്പൊടിയും അതേ അളവിൽ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് അത് മാറ്റി വെക്കുക. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി മാവ് കുഴക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. അത്യാവശ്യം ഒന്ന് തള വരുന്നുണ്ട്. അപ്പോൾ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂണ് പഞ്ചസാരയും 1 സ്പൂണ് ഓയിലുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടില്ല അതേമാതിരി വാട്ടിയെടുക്കണം കേട്ടോ. വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം. കുറേശ്ശെ പൊടി ഇട്ടിട്ട് ഇതാ ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ പൊടി കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഈ മാവൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. ഇപ്പോൾ ഇതാ മാവ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് വിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇതാ കുഴച്ചിട്ട് ഇത് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലിപ്പത്തിലുള്ളൊരു ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ നടുക്കൊരു റോളാക്കിയിട്ട് എടുക്കാം. ഇതിൻ്റെ ഫില്ലിങ് വെക്കാനുള്ള ആ ഒരു രൂപത്തിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടോ, ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ലിംഗ് ആക്കി വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ അതാ ഇതൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ടൊരു സ്റ്റീമറിൽ വെച്ചിട്ട് ആവിക്ക് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ കുഴക്കട്ട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.